ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ബസൂക്ക മൂവിയുടെ അപ്ഡേഷനാണ്. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഏപ്രിൽ 10 ചിത്രം തിയേറ്ററുകളിലെത്തുക. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. മാർച്ച് 27 എമ്പുരാൻ എന്ന ചിത്രം തിയേറ്ററുകളിലെത്തി കുറച്ച് ദിവസങ്ങൾക്കകം മമ്മൂട്ടിയുടെ ചിത്രവും തിയേറ്ററുകളിലെത്തുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകയുമുണ്ട്. മമ്മൂട്ടി സിനിമയ്ക്ക് ഇതുവരെ ലഭിക്കാത്തത്ര പ്രൊമോഷൻ വർക്കുകളാണ് ഈ ചിത്രത്തിന് വേണ്ടി അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. UK, അമേരിക്ക, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ മികച്ച രീതിയിലുള്ള തിയേറ്റർ കൗണ്ടുകളാണ് ഈ ചിത്രത്തിനായിട്ടുള്ളത്. മറ്റു വിദേശ രാജ്യങ്ങളിലും ഇതുവരെ ഒരു മമ്മൂട്ടി ചിത്രത്തിനും ലഭിക്കാത്തത്ര തിയേറ്റർ കൗണ്ടുകൾ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. GCCയിൽ ചിത്രം എത്തിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ്. അതുകൊണ്ട് തന്നെ സമദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ചെയ്യൂ മമ്മൂട്ടിയുടെ ഈ ചിത്രത്തിനായി. GCCയുടെ കാര്യം തീരുമാനമാണ്. എല്ലാ തിയേറ്ററുകളിലും ബസൂക്ക കളിക്കും, അതുറപ്പാണ്. അതിന് കാരണം ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് തന്നെയാണ്. കേരളത്തിൽ മമ്മൂട്ടി ചിത്രത്തിന് ഇതുവരെ ലഭിക്കാത്ത തിയേറ്റർ കൗണ്ടുകളാണ്. 350+ സ്ക്രീനുകളാണ് ബസൂക്ക ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എത്ര വലിയ മമ്മൂട്ടി സിനിമകളായാലും 300 തിയേറ്ററുകൾ കടക്കുക എന്നത് മമ്മൂട്ടി സിനിമയ്ക്ക് വലിയ കടമ്പയാണ്. എന്നാൽ ആ കടമ്പ ഇതോടെ തീരും. ബസൂക്കയുടെ അണിയറ പ്രവർത്തകർ മികച്ച രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളാണ് അണിയറയിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്കകം ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ തുടങ്ങും. മാർച്ച് 27 മോഹൻലാലിൻ്റെ എമ്പുരാൻ തിയേറ്ററുകളിലെത്തുന്നത്. ആ ചിത്രം തിയേറ്ററുകളിലെത്തി വളരെ കുറച്ച് ദിവസത്തിനകം മമ്മൂക്കയുടെ ബസൂക്കയും തിയേറ്ററുകളിലെത്തുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകയുമുണ്ടാകും, അതുറപ്പാണ്. മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു പാറ്റേൺ ആണ് ബസൂക്ക ഫോളോ ചെയ്യുന്നത്. ഒരു ഗെയിം ത്രില്ലർ പാറ്റേൺ ആണ് ബസൂക്ക. ഒരു വ്യത്യസ്ത തരം പരീക്ഷണ ചിത്രം തന്നെയാണ് ബസൂക്കയും. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഏകദേശം 2-3 വർഷത്തിലേറെയായി ബസൂക്കയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. ഏപ്രിൽ 10 തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തും എന്ന് ഉറപ്പാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഈ വെക്കേഷൻ തൂത്തുവാരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒട്ടനവധി മറ്റു യുവതാരങ്ങളുടെ അടക്കം ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് വരുന്നുണ്ട്. ഏതൊക്കെ ചിത്രങ്ങൾ വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. മലയാള സിനിമയ്ക്ക് പുറമെ തമിഴ് ചിത്രങ്ങളും വെക്കേഷൻ റിലീസായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ബസൂക്ക എന്തായാലും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഓരോ ദിവസവും ബസൂക്കയുടെ പുതിയ പോസ്റ്ററുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. എമ്പുരാനോടൊപ്പം ബസൂക്കയുടെ ട്രെയിലർ റിലീസാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാർച്ച് 26 ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്യുക. ദുബായിൽ വെച്ചായിരിക്കും ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എമ്പുരാനോടൊപ്പം നമുക്ക് ബസൂക്കയുടെ ട്രെയിലറും തിയേറ്ററുകളിൽ കാണാൻ കഴിയും. എന്തായാലും മലയാള സിനിമകൾ പ്രേക്ഷകർ ഈ 2 ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിൽ ഏത് ചിത്രമായിരിക്കും മുന്നിൽ നിൽക്കുക? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തൂ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.